രാജു എബ്രഹാം കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാജു എബ്രഹാം, താങ്കൾ ഈ വിഷയം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ പോലീസ് നമ്മൾ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്തിട്ട് ഉറക്കം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്ത് വിശ്രമിച്ചിട്ട് വേണം ബാക്കി ദൂരം ഓടിക്കാൻ. കാരണം അത്രയധികം വാഹനാപകടങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ചെയ്ത ഒരു കുടുംബമാണ്, അത് ഒറ്റയ്ക്കൽ ഒരു ട്രാവലറിലാണ്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അവരെ എങ്ങനെയാണ് പോലീസ് വന്ന് ഇറങ്ങി ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നു, അങ്ങ് തല്ലുകയാണ്? നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം അബാൻ ജംഗ്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ റോഡിൽ ഇറങ്ങി നിന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ അവരെ ഒന്നും ചോദിക്കാതെ വന്നപാടെ മർദ്ദിക്കുന്ന ഒരു സംഭവം നമുക്കൊരു കേട്ടുകേൾവി ഇല്ലാത്ത ഒരു അനുഭവമായിട്ട് തോന്നുകയാണ്. കാരണം പോലീസിനെതിരെ ആക്രമണം ഉണ്ടാവുമ്പോഴോ കല്ലേറുണ്ടാവുമ്പോഴോ പോലീസ് മാർച്ച് നടത്തുമ്പോഴോ ഒക്കെയാണ് നിവൃത്തിയില്ലാതെ കണ്ണീർവാത പ്രയോഗവും ലാത്തിയടിയും ഒക്കെ ഉണ്ടാവുന്നത്. ഇവിടെ ഒരു സ്ത്രീ അടക്കം 1-2 സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകൾ റോഡിനരികിൽ അവര് വിശ്രമിക്കുകയാണ്. അപ്പോൾ ആ വിശ്രമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രകോപനവും ഇല്ലാതെ വന്ന് മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ പോലീസിങ്, കേരള പോലീസ് നമുക്കറിയാം ഏറ്റവും മാതൃകാപരമായി രാജ്യത്ത് തന്നെ എത്രയോ അവാർഡുകളാണ് കേരള പോലീസ് ലഭിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ അല്ല. അതാണ് ശ്രീ രാജു എബ്രഹാം, നമുക്കറിയാം പോലീസ് വേണം, നമ്മൾ കേരള പോലീസ് വേണമെന്ന് വിചാരിച്ചാൽ ഒരു അന്വേഷണവും പൂർത്തീകരണത്തിലേക്ക് പോകാതിരിക്കില്ല. കുറ്റവാളിയെ കണ്ടെത്താൻ അവർക്കറിയാം. സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് പലപ്പോഴും കണ്ടെത്താതെ വരുന്നത്. അങ്ങനെയുള്ളൊരു പോലീസ് സംഘത്തെ മുഴുവൻ കളങ്കപ്പെടുത്തുന്ന നിലയിൽ ഇത്രയ്ക്ക് എന്താ പറയുക, ഒട്ടും പക്വതയില്ലാതെ പെരുമാറുന്ന ആളുകൾ അതേ സ്ഥാനത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വെറുതെ. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ് അങ്ങ് കേട്ട് കാണും, വന്ന വഴി ഓർഡറായെന്നാണ് ആളുകളോട് പറയുന്നത്. സാധാരണക്കാർ സത്യത്തിൽ പേടിച്ചു പോകും. സാധാരണക്കാർക്ക് ഇപ്പോഴും പോലീസിനോട് വർത്താനം പറയാൻ പേടിയുള്ള ആളുകൾ. അവിടെ ഇത്രയധികം മർദ്ദനമേറ്റ സ്ത്രീയെ പോലും തല്ലാൻ പോയി. സ്ത്രീ എങ്ങനെയാണ് പോലീസ്, അത് മഫ്തിയിലുള്ള പോലീസ് വന്നിട്ട് എങ്ങനെയാണ് ലാത്തി കൊണ്ട് അടിക്കുക? എന്നാൽ മനസ്സിലായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ട, അതുപോലും ഉണ്ടായില്ല. അല്ല, തീർച്ചയായിട്ടും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ബന്ധപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. PRTSന്റെ ജനറൽ സെക്രട്ടറി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ നേരിട്ട് അന്വേഷണം ആരംഭിക്കുവാനുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം ഏറ്റവും ഗൗരവത്തോടെയാണ്, ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ കുറ്റം ചെയ്യുന്ന ആളുകൾ അത് അന്വേഷണത്തിൽ അത് തെളിയുമ്പോൾ സ്വാഭാവികമായും അവർക്കെതിരെ നടപടി ഉണ്ടാവണം. കാരണം അതൊരു മാതൃകയാണ്. കേരള പോലീസിന്റെ യശസ്സിന് കളങ്കം ചാർത്തുന്ന ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ശരി. എന്തായാലും പലപ്പോഴും ഈ ഇത്തരം അച്ചടക്ക നടപടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. 1-2 മാസം കഴിയുമ്പോൾ അതൊക്കെ പിൻവലിച്ച് അവർ വീണ്ടും അവരുടെ ജോലിക്ക് കയറും. ഈ പരാതിക്കാർ പിന്നെ അവസാനം ഇതിന് പിന്നാലെ നടക്കേണ്ട അവസ്ഥ വരും എന്നുള്ളത് പലപ്പോഴും കാണാറില്ല. അങ്ങനെ ആവർത്തിക്കാതിരിക്കട്ടെ. ഷിജിൻ.